സാംസ്കാരികമായ അധപതനത്തിൽ നിന്നും കേരളത്തെ പൊതുവിലും സമുദായത്തെ വിശേഷിച്ചും സംരക്ഷിക്കാനുള്ള ബാധ്യത സമുദായ സംഘടനാ നേതാക്കൾക്കുണ്ടെന്ന് ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ ടി ആരിഫ് അലി പറഞ്ഞു. ഇഷ്റത്ത് ജഹാൻ കേസ്, പാർലമെന്റ് ആക്രമണം, അതുപോലെ മറ്റ് ആക്രമണം, ബട്ട്ല ഹൗസ് സംഭവം, ഇങ്ങനെയുള്ള സംഭവങ്ങളെ നമ്മൾ വിലയിരുത്തുന്ന സന്ദർഭത്തിൽ മുസ്ലിം സമൂഹത്തെയും പൊതുസമൂഹത്തെയും പരസ്പരം മാറ്റി നിർത്തുവാനുള്ള പദ്ധതികൾ ആസൂത്രിതമായി ഇന്ത്യയിൽ നടപ്പാക്കപ്പെടുന്നുണ്ട് എന്ന് നമുക്ക് തോന്നി. എല്ലാം മുസ്ലിം സമുദായം തട്ടിയെടുക്കുന്നെന്ന തെറ്റായ പ്രചാരണം സംസ്ഥാനത്ത് ശക്തമാണെന്ന് MI ഷാനവാസ് MP അഭിപ്രായപ്പെട്ടു. കേരളത്തിലെ ഏറ്റവും വലിയ സമുദായം മുസ്ലിം സമുദായമാണ്. പക്ഷേ ഏറ്റവും അധികം ആക്രമിക്കപ്പെടുന്ന സമുദായവും മുസ്ലിം സമുദായമാണ്. അർഹിക്കുന്നതിന്റെ അടുത്ത് പോലും നമുക്ക് ലഭിക്കാത്ത സാഹചര്യത്തിൽ പോലും മുസ്ലിം സമുദായത്തെ എല്ലാം തട്ടിക്കൊണ്ടു പോകുന്നു എന്നുള്ള രീതിയിലുള്ള PT റഹീം MLA, മുസ്ലിം ലീഗ് നേതാക്കളായ KPA മജീദ്, ET മുഹമ്മദ് ബഷീർ MP, പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ, MES സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ, ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് വീരാൻകുട്ടി, മുജാഹിദ് നേതാക്കളായ TP അബ്ദുള്ള കോയ മദനി, CP ഉമർ സുല്ലമി, ഡോക്ടർ EK അഹമ്മദ് കുട്ടി, ജമാഅത്തെ ഇസ്ലാമി നേതാക്കളായ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന്, MI അബ്ദുൽ അസീസ്, ISM സംസ്ഥാന പ്രസിഡന്റ് മുഹമ്മദ് ഷാക്കിർ, സോളിഡാരിറ്റി പ്രസിഡന്റ് T മുഹമ്മദ്, എഴുത്തുകാരായ PK പാറക്കടവ്, AP കുഞ്ഞാമു, NP ഹാഫിസ് മുഹമ്മദ്, ചന്ദ്രിക പത്രാധിപർ TP ചെറുപ്പ, മാധ്യമം മീഡിയ വൺ ഗ്രൂപ്പ് എഡിറ്റർ O അബ്ദുറഹ്മാൻ തുടങ്ങി പ്രമുഖർ പങ്കെടുത്തു. മീഡിയ വൺ, കോഴിക്കോട്.